ഒരു പകലും ഒരു രാത്രിയും കൊണ്ടാണ് ആ നഗരം മുഴുവൻ കടലിൽ മുങ്ങിയത്. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ. 11,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നൊരു നഗരം. പതിറ്റാണ്ടുകൾക്ക് മുന്നേ എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയും ജീവിച്ച ചില മനുഷ്യർ. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ പ്ലാറ്റോ ആ നഗരത്തെ വിളിച്ച പേര് അറ്റ്ലാന്റിസ് എന്നായിരുന്നു. ദ്വീപിലെ നിവാസികൾ അധാർമികരായി തീർന്നതിനെ തുടർന്ന് ദ്വീപ് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിൽ മുങ്ങിയെന്നാണ് പ്ലാറ്റോയുടെ വിവരണം. പിന്നീട് ആരും തന്നെ ആ ദ്വീപിനെ കുറിച്ച് മറ്റു പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. പ്ലാറ്റോയുടെ ഈ അദൃശ്യമായ ദ്വീപ് കണ്ടെത്താനായി പതിറ്റാണ്ടുകളായി നിരവധി ഗവേഷകർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അത് ഇന്നത്തെ അന്റാർട്ടിക്കയുടെ താഴെയോ മെഡിറ്ററേനിയന്റെയോ സ്പെയിനിന്റെയോ തീരത്തോ ആയിരിക്കാമെന്ന നിഗമനത്തിലേക്കാണ് ഗവേഷകരെ എത്തിച്ചത്. സ്പെയിനിലെ ലാൻസറോട്ടെ തീരത്ത് നിന്ന് ഗവേഷകർ അറ്റ്ലാന്റിസ് ദ്വീപിന്റെ ചില സൂചനകൾ കണ്ടെത്തിയെന്ന്. എന്നാൽ ചില ഗവേഷകർ പറയുന്നു ഇത് ഇന്നത്തെ ബഹാമസ് കടൽ പ്രദേശത്തിനടിയിലായിരിക്കാമെന്ന്. അറ്റ്ലാന്റിസ് യാഥാർത്ഥ്യമായിരുന്നു, അതോ ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത് പോലെ പ്ലാറ്റോയുടെ വെറും ഭാവന മാത്രമായിരുന്നു? ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അറ്റ്ലാന്റിസും അതിന്റെ തിരോധാനവും നിലനിൽക്കുന്നു.